അപ്പോൾ മുട്ട ബജി ഇതുപോലെ മാവ് റെഡിയാക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പൊടികൾ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനാദ്യം ഞാൻ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടിൻ്റെ ഒരു പകുതി ആയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ അളവ് തന്നെ ഞാൻ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 ഇട്ട് കൊടുത്തിട്ട് ഇതാ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സോഡ കേട്ടോ, സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി, അധികം ലൂസാക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഈ ഒരു ലൂസിൽ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് ഞാനിതാ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി മുട്ട പുഴുങ്ങി ഇത് നടുക്ക് ഇങ്ങനെ പൊളിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ്, എല്ലാത്തിൻ്റെ മേലെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോ മുട്ട എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മാവ് അതിൻ്റെ മേലെ ആക്കിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് എണ്ണയ്ക്ക് എടുത്തിടാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മുട്ട ബജിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങോട്ട് പൊരിച്ച് പോരാം. അപ്പോൾ നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാം കേട്ടോ.